അപ്പോൾ നമ്മൾ RNA വേഴ്സസ് DNA ആ പോർഷൻ കണ്ടു. ഇനി അടുത്തത് ഈ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണക്ഷനുള്ള പോർഷനാണ് കേട്ടോ. ഒരു ഭാഗത്ത് പറയുന്ന കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പോയിന്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? RNA വേഴ്സസ് DNA റെപ്ലിക്കേറ്റ് എന്ന്, ഇറ്റ് ഷുഡ് ഏബിൾ ടു റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മളിനി പഠിക്കാനുള്ളത്. അതായത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അതിൽ നിന്ന് സെയിം സബ്സ്റ്റൻസ് തന്നെ ഉണ്ടായി വരിക, അതാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ DNA ആണെങ്കിലും വെദർ ഇറ്റ് ഈസ് DNA ഓർ RNA, അതാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് റെപ്ലിക്കേഷനാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സ് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റും കൂടി ഇതിൽ പറയുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നമ്മൾ കണ്ടു DNA സ്ട്രക്ചർ, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത ആൾക്കാർ. ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഓസ്വാൾഡ് ആവറി, മെക്ലിയോഡ്, മെക്കാർട്ടി, അതുപോലെ ഹെർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്. ഇതൊക്കെ എന്തിനാണ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ അതിൽ പഠിക്കണം എന്നുള്ളത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് റെപ്ലിക്കേഷനാണ്. അപ്പോൾ റെപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതായത് അതിൻ്റെ കൂടെ തന്നെ പറയുന്ന കാര്യമാണ് അത് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫ്. ഇപ്പോൾ റെപ്ലിക്കേഷൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കാൻ വീണ്ടും പറയുകയാണ്. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഇത് ഈ ബേസിക് കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കണം. അപ്പോൾ DNA ഈ ലാഡർ ലൈക്ക് ആണ് അല്ലേ, അതിൻ്റെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ഷുഗറും ബേസുമാണ്, അല്ല ഷുഗറും ഫോസ്ഫേറ്റുമാണ്. SP ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ബേസ്. ഇവിടെയും ബേസ്. ഈ നൈട്രജൻ ബേസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ് വരുമ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ അഡിനൈൻ ആണെങ്കിൽ ഇവിടെ തൈമീൻ ആയിരിക്കും, ഇവിടെ ഗ്വാനിൻ ആണെങ്കിൽ ഇവിടെ സൈറ്റോസിൻ ആണ്, ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഗ്വാനിൻ, തൈമിൻ ആണെങ്കിൽ അഡിനീൻ. ഇങ്ങനെയാണ് ബേസ് സീക്വൻസ് പോവുക. അതായത് ഈ പറയുന്ന രണ്ട് സ്ട്രാൻഡും കോംപ്ലിമെൻ്ററി ആണ്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സ്ഥലത്ത് അഡിനിൻ ആണെങ്കിൽ മറ്റു സ്ഥലത്ത് അതിൻ്റെ അതേ സെയിം സ്ഥലത്ത് തൈമീൻ വരിക, അതാണ് കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇനിയുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA റെപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് DNAയിൽ നിന്ന് എങ്ങനെയാണ് പുതിയ DNA ഉണ്ടാവുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് സെൽ ഡിവിഷൻ, ഡ്യൂറിങ് S phase DNA റെപ്ലിക്കേറ്റ്സ്. അതായത് DNAയിൽ നിന്ന് പുതിയ DNA, ഒരു സെല്ല് രണ്ടായിട്ട് മാറുകയാണല്ലോ. അപ്പോൾ ആ സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്മിക് കണ്ടൻസ് ഒക്കെ ഡബിൾ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് കണ്ടൻസ് ഡിവൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്തും ഡിവൈഡ് ചെയ്യണം? DNAയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് സെല്ലിനുള്ള DNA വേണം അല്ലേ. അപ്പോൾ ആ DNA എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് DNAയിൽ നിന്ന് DNA ഉണ്ടാവുക. അതിന് പറയുന്ന പേരാണ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. DNA റെപ്ലിക്കേഷൻ തന്നെ പല മോഡ് ഓഫ് റെപ്ലിക്കേഷൻ പറയുന്നുണ്ട്. അതിൽ വാട്സണും ക്രിക്കും പ്രപ്പോസ് ചെയ്ത മോഡൽ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷനാണ്. സെമി എന്ന് വെച്ചാൽ എന്താ? ആ പേരിൽ തന്നെയുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ, DNAയിൽ നിന്ന് പുതിയ DNA ഉണ്ടാവുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ പുതിയ DNA ഉണ്ടാവുന്ന ആ പ്രോസസ്സ് വാട്സൺ ആൻഡ് ക്രിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത പ്രോസസ്സാണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ. ഇനി എന്താണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, സെമി എന്ന് വെച്ചാൽ എന്താ? പകുതി. കൺസേർവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംരക്ഷിക്കുക. പകുതി സംരക്ഷിച്ചുകൊണ്ടുള്ള DNA റെപ്ലിക്കേഷൻ. ഈ കാര്യം മനസ്സിരിക്കണം. ഞാൻ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ കാര്യം, അതായത് പകുതി സംരക്ഷിച്ചുകൊണ്ടുള്ള എന്തോ ഒരു സംഭവമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നമ്മൾ രസകരമായിട്ട് പഠിച്ചാൽ ഓർഗാനിക് കെമിസ്ട്രിയും മോളിക്കുലാർ ബയോളജിയുടെ അത്രയൊന്നും രസകരമായിട്ടുള്ള വേറെ കാര്യങ്ങളില്ല. എന്നാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലെ കണ്ടിന്യൂവേഷനുള്ള പോർഷനാണ് ഓർഗാനിക് കെമിസ്ട്രി, നമ്മുടെ മോളിക്കുലാർ ബയോളജി, ജെനറ്റിക്സൊക്കെ, ബയോടെക്നോളജിയൊക്കെ. അതായത് പ്രീവിയസ് നോളജ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കുന്ന് നിങ്ങൾക്ക് ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂവേഷനോട് കൂടി ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ള ക്യൂരിയോസിറ്റിയോട് കൂടി ഇരിക്കുന്നവർക്ക് എളുപ്പമായിരിക്കും.
ജനറ്റിക്സ്, മോളിക്കുലാർ ബയോളജി, എവല്യൂഷൻ. ഇതാണ് നമ്മുടെ +2-ലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള 3 ചാപ്റ്റേഴ്സ്. എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ചാപ്റ്റർ പഠിക്കേണ്ടതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഈ 3 ചാപ്റ്ററിനാണ്. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ബങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പ്രോസസ്സുകളാണ്. അതായത് കുറേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ പ്രോസസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കൃത്യം നിങ്ങൾ വളരെ ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റോടു കൂടി ഇരിക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം, ഇൻ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ദ ന്യൂലി ഫോം DNA ഹാസ് 1 old strand and 1 new strand. നമ്മളെന്താ പറഞ്ഞത്? പകുതി സംരക്ഷിച്ചുകൊണ്ടുള്ള റെപ്ലിക്കേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം DNA-ക്ക് 2 സ്ട്രാൻഡുകളുണ്ട്. ഇതിൽ നിന്ന് ഇനി DNA റെപ്ലിക്കേഷൻ നടക്കുകയാണ്. പുതിയ സെല്ല് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. സെല്ലുണ്ടാവുന്ന സമയത്ത് ഈ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യും. ഈ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്ട്രാൻഡ് ഇവിടെ നിലനിൽക്കും. ഇതിനെ നോക്കി പുതിയൊരു സ്ട്രാൻഡ് ഇവിടെ ഉണ്ടായി വരും. അതുപോലെ ഈ ഒരു സ്ട്രാൻഡ് ഇവിടെ നിലനിൽക്കും. ഇതിനെ നോക്കി പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടായി വരും. അപ്പോൾ നോക്കിയേ, പകുതി സ്ട്രാൻഡ് ഇത് രണ്ടും ഓൾഡ് സ്ട്രാൻഡ്സ് ആണ്. ഞാൻ ഈ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത് രണ്ടും ഓൾഡ് സ്ട്രാൻഡ്സ് ആണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നിന്നിട്ട് അതിനെ നോക്കി പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരികയാണ്. ഈ ഏതിനെ നോക്കിയാണോ പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്നത് അതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോക്കിയേ, DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് 2 സ്ട്രാൻഡ് ഉണ്ട്. നമുക്ക് കളർ ചോക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ കാണിക്കാൻ പറ്റും. 2 സ്ട്രാൻഡ് ഉണ്ട്. ഡിവിഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഈ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. അപ്പോൾ പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരുമ്പോൾ നോക്കിയേ, ഈ പാരൻ്റൽ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് നിന്നുകൊണ്ട്, അതായത് ഇപ്പോൾ ഇതിൻ്റെ അഡിനൈൻ, തൈമീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ നോക്കിക്കൊണ്ട് പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടായി വരും. ഞാൻ ആ പുതിയ സ്ട്രാൻഡ് അത് ഇങ്ങനെ കാണിക്കാം. നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഈ സ്ട്രാൻഡിൻ്റെ ബേസ് സീക്വൻസ് എങ്ങനെയായിരിക്കും? ഇവിടെ അഡിനിൻ ആകുമ്പോൾ ഇവിടെ തൈമീൻ, ഇവിടെ തൈമീൻ ആകുമ്പോൾ ഇവിടെ അഡിനൈൻ, ഗ്വാനിൻ ആകുമ്പോൾ ഇവിടെ സൈറ്റോസിൻ ആകുമ്പോൾ ഗ്വാനിൻ. അങ്ങനെ പുതിയ സ്ട്രാൻഡ് ഉണ്ടായി. ഇനി ഇതേപോലെ ഈ സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് ആക്കിക്കൊണ്ട്, ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ നോക്കിയാണോ പുതിയതുണ്ടാവുന്നത് അതിനെയാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രാൻഡിൻ്റെ സീക്വൻസ് എങ്ങനെയായിരിക്കും? ഇവിടെ രണ്ടും കോംപ്ലിമെൻ്ററി അല്ലേ? അപ്പോൾ ഈ ആൾ അഡിനൈൻ, തൈമീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി അപ്പോൾ ഈ ആൾ എന്തായിരിക്കും? അതിൻ്റെ കോംപ്ലിമെൻ്ററി അല്ലേ? എന്താ? തൈമീൻ, അഡിനൈൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ആയിരിക്കും. അപ്പോൾ ഇത് ടെംപ്ലേറ്റ് ആക്കിക്കൊണ്ട് പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. അതേതായിരിക്കും? അഡിനൈൻ, തൈമീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ, അതായത് 2 കേസിലും, അപ്പോൾ ഇതൊരു സെല്ല്, ഈ 2 കേസിലും എന്താ പ്രത്യേകത? പാരൻ്റൽ സ്ട്രാൻഡ്, ഒരു സ്ട്രാൻഡ് പാരൻ്റലും ഒരു സ്ട്രാൻഡ് പുതിയ സ്ട്രാൻഡും അല്ലേ? ഇത് പാരൻ്റലും ഇത് ന്യൂവും, അല്ലെങ്കിൽ ഇത് പാരൻ്റലും ഇത് ന്യൂവും. അപ്പോൾ ഹാഫ് ഓഫ് ദ DNA അല്ലേ? ഇത് നോക്കിയേ, ഈ DNA-യിൽ ഹാഫ് ഓഫ് ദ DNA ഈസ് കൺസേർവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ? അതുകൊണ്ടാണ് അതിനെ സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഹാഫ് ഓഫ് ദ DNA ഈസ് കൺസേർവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ. എന്താ സംഭവിക്കുന്നത് നോക്കിയേ, ദ 2 strands of the DNA separate and acts as a template for the synthesis of new complementary strands. ഞാൻ പറഞ്ഞു, രണ്ട് സ്ട്രാൻഡ് ഉണ്ടാവും. ബോത്ത് സ്ട്രാൻഡ് ആക്ട് ആസ് ടെംപ്ലേറ്റ്. അപ്പോൾ ഈ ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഈ പാരൻ്റൽ സ്ട്രാൻഡ് തന്നെയാണ്. ഇനി അതിനെ നോക്കി കോംപ്ലിമെൻ്ററി ആയിട്ട് പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്ത് വരും. അപ്പോൾ ഹാഫ് ഓഫ് ദ DNA ഈസ് കൺസേർവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ. ദിസ് ടൈപ്പ് ഓഫ് റെപ്ലിക്കേഷൻ, ഈ ടൈപ്പ് ഓഫ് റെപ്ലിക്കേഷനെ പറയുന്ന പേരാണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ. After the completion of replication, each DNA molecule will have 1 parental strand and 1 newly synthesized strand. ഒരെണ്ണം പാരൻ്റ് തന്നെയായിരിക്കും, ഒരെണ്ണം പുതിയതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊക്കെ നേരിട്ട് കണ്ട് പഠിപ്പിക്കേണ്ട ടോപ്പിക്സാണ്.
ഇതിനെയാണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഡി എൻ എയുടെ 2 സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ ഈ 2 സ്ട്രാൻഡും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ടെംപ്ലേറ്റഡ് ആക്ട് ചെയ്യും, ഇതും ടെംപ്ലേറ്റഡ് ആക്ട് ചെയ്യും. എൻ്റെ ഒരു തലയിലെടുത്ത് നോക്കിയാൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ. അപ്പോൾ ഈ 2 പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്നും പുതിയ സ്ട്രാൻഡ് എറൈസ് ചെയ്ത് വരും, പുതിയൊരു സ്ട്രാൻഡ്. നോക്കിയേ, ഇത് രണ്ടുമായിരുന്നു പാരൻ്റൽ, ഇത് സെപ്പറേറ്റ് ചെയ്തു. ഇത് രണ്ടും പാരൻ്റൽ ആയിരുന്നു. ഈ 2 പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്ന് പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. കണ്ടോ? അപ്പോൾ ഇത് 2 സെല്ലായിട്ട് മാറി. ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്. അപ്പോൾ ഹാഫ് ഓഫ് ദ DNA ഈസ് കൺസേർവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ. ഹാഫ് DNA എന്ന് പറഞ്ഞാൽ പാരൻ്റൽ സ്ട്രാൻഡ് ഏതൊക്കെയായിരുന്നു? ഇതും ഇതും, ഇല്ലേ? അപ്പോൾ ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, രണ്ടിലും ഹാഫ് DNA കൺസേർവ്ഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ് അടുത്ത് പറയാൻ പോകുന്നത്. ആ എക്സ്പെരിമെൻ്റ് ചെയ്തത് മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ, അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറയുന്നത് മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻ്റ് എന്നാണ്. ഈ കോളി ബാക്ടീരിയയിലാണ്. ഈ കോളി ബാക്ടീരിയ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? നമ്മളൊരു എക്സ്പെരിമെൻ്റ് ലൈനിലായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? ഇറ്റ് റെപ്ലിക്കേറ്റ് ഇൻ എവരി 20 മിനിറ്റ്സ്. 20 മിനിറ്റ് കൂടുമ്പോൾ അതങ്ങ് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ മാക്സിമം ജനറേഷനെ കിട്ടും. 1958 ചെയ്തിരിക്കുന്നത്. ഇനി അവരെന്താണ് ചെയ്തിരിക്കുന്നത്? ദേ ഗ്രൂ ഈക്വളി ഇൻ എ മീഡിയം കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ്, NH4Cl എന്ന് പറഞ്ഞ അമോണിയം ക്ലോറൈഡ് ആണെന്ന് പ്ലസ് 2കാരെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ കോളി ബാക്ടീരിയയെ അമോണിയം ക്ലോറൈഡ് മീഡിയത്തിലിട്ട് വളർത്തി. ഈ അമോണിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത, ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ നൈട്രജൻ നോക്കിയേ, നൈട്രജൻ സാധാരണ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആരാണ്? N14 ആണ്, അല്ലേ? പക്ഷേ ഇവിടുത്തെ മീഡിയത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നൈട്രജൻ ഏതാണ്? N15 ആണ്. അതായത് N15 എന്ന് പറഞ്ഞാൽ ഹെവിയർ ഐസോട്ടോപ്പാണ്. ഇപ്പം നമ്മൾ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിൽ റേഡിയോ ആക്ടിവിറ്റിയാണ് എടുത്തത്. റേഡിയോ ആക്ടിവിറ്റിയുടെ ബേസിസിലാണ് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻറ്റിൽ ഏതാണ് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് ഹെവി ഐസോട്ടോപ്സ് ആണ്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഒരേ സാധനത്തിൻ്റെ ആറ്റമിക് നമ്പർ അങ്ങോട്ട് ചെറിയ ചെറിയ വ്യത്യാസമുള്ള സാധനങ്ങൾ. അപ്പോൾ നൈട്രജൻ്റെ 2 ഐസോട്ടോപ്പുകളുണ്ട്, N14 N15. N14 എന്ന് പറഞ്ഞാൽ ലൈറ്റർ എന്ന് പറയാം. അതായത് സാധാരണ നൈട്രജൻ, അറ്റ്മോസ്ഫറിക് നൈട്രജൻ, ഓർഡിനറി നൈട്രജൻ ആണ് N14. N15 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെവിയർ ഫോമാണ്. അത് കുറച്ചും കൂടി അത് ഹെവിയർ ആയിരിക്കും, ബൾക്കി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈക്വളി ഇട്ട മീഡിയത്തിലെ അമോണിയം ക്ലോറൈഡിലെ നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N15 ആണ്. അതായത് ഹെവിയർ DNA ആണ്. ഹെവിയർ DNA എന്ന് പറയാൻ പറ്റില്ല, ഹെവിയർ നൈട്രജൻ ആണ് അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം DNA നൈട്രജൻ ഉണ്ട്. DNA എവിടെയാണ് നൈട്രജൻ ഇരിക്കുന്നത്? പറമക്കളെ, DNA എവിടെ നൈട്രജൻ ഇരിക്കുന്നത്? ഏറ്റവും എളുപ്പമുള്ള ഉത്തരം പറ. നൈട്രജൻ ബേസിൽ, അല്ലേ? DNA നൈട്രജൻ ബേസ് ഉണ്ട്, അതിൽ നൈട്രജൻ ഉണ്ട്. അപ്പോൾ ആ ഈക്കോളി ബാക്ടീരിയ തൻ്റെ DNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു, ഈക്കോളി ബാക്ടീരിയ സ്വന്തം DNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തപ്പാണ്. നൈട്രജൻ എവിടെ? അപ്പോൾ കിട്ടിയ നൈട്രജൻ ഏതാണ്? N15 ആണ്. ശരിക്കും നോർമലി ഡ്യൂക്കോസ് നോർമലിലാണ് വരുന്നതെങ്കിൽ N14 ആണ് അവൈലബിൾ നൈട്രജൻ. പക്ഷേ ഇത് തപ്പിയപ്പോൾ ഈ അവൈലബിൾ മീഡിയത്തിൽ എന്തേ കിട്ടിയുള്ളൂ? N15 കിട്ടിയുള്ളൂ. കിട്ടിയവനെ തട്ടാന്ന് വിചാരിച്ചിട്ട് ഈ കോളി എന്ത് ചെയ്യും? ആ N15 അങ്ങ് പുതിയ DNA ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പുതിയ DNA, എൻ്റെ വാക്ക് ശ്രദ്ധിക്കുക, പുതിയ DNA ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. N15 എങ്കിൽ N15 കിട്ടിയതാട്ടെ, അല്ലേ? ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇത് നോക്കിയേ, N15 വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ന്യൂലി സിന്തസൈസ്ഡ് DNA. പുതിയ DNA-യിൽ ഏത് DNA ആണ് എടുത്തിരിക്കുന്നത്? N15 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ N15 ഉപയോഗിച്ച് ഉണ്ടായ DNA-ക്ക് പറയുന്ന പേരാണ് ഹെവിയർ DNA. ഹെവിയർ DNA. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this heavy DNA molecule is then subjected to centrifugation in cesium chloride mixture. ഈ ഹെവി DNA മോളിക്യൂളിനെ സെൻട്രിഫ്യൂഗേഷൻ നടത്തും. ഹെർഷി ആൻഡ് ചേസിൽ കണ്ടതാണ് സെൻട്രിഫ്യൂഗേഷൻ. ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒരു മിക്സ്ചറിലെ ഡെൻസിറ്റി അനുസരിച്ച്, മിക്സ്ചറിലെ കമ്പോണൻസ് ഡെൻസിറ്റി അനുസരിച്ച്
എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് സെൻട്രിഫ്യൂഗേഷൻ. അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയമാണ് സീഷ്യം ക്ലോറൈഡ്. അപ്പോൾ N15 ഉള്ള ഈക്കോളി ബാക്ടീരിയ എന്ത് ചെയ്യും? അത് ഹെവിയർ അല്ലേ, അത് പതുക്കെ ബോട്ടത്തിൽ പോയി അടിയും. എന്നിട്ട് എന്ത് ചെയ്യും? then they transferred the cells into a medium with normal N14. അപ്പം നമുക്കങ്ങനെ N15 ഉള്ളതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു അല്ലേ, താഴെ വന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആ N15 ബാക്ടീരിയ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പഴയ N15 സാധാരണ മീഡിയം N14 മീഡിയം, N15 അല്ല, N15 ഉള്ള ഹെവിയർ DNA നമ്മൾ N14 മീഡിയത്തിലേക്ക് ഇട്ടു. അതാണ് കാണിച്ചിരിക്കുന്നത് NH4Cl അമോണിയം ക്ലോറൈഡ് ഇൻ വിച്ച് ദ നൈട്രജൻ ഇസ് N14. കണ്ടെന്ന് വിചാരിക്കുന്നു, നൈട്രജൻ ഇസ് N14. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ അതിനെ നോക്കിയിട്ട് then the DNA was extracted from the culture after 1 generation. ഒരു ജനറേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആണ്. ആഫ്റ്റർ then transferred from N15 to N14 മീഡിയം. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും അതിനെ സെൻട്രിഫ്യൂഗേഷൻ നടത്തും. അപ്പോൾ നമുക്കൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള DNA ഉള്ള ഈ കോളിയെ കിട്ടും. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ 2 DNA അതിൽ ഒരു DNA സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് N15 നൈട്രജൻ കൊണ്ടും ഒരു സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് N14 നൈട്രജൻ കൊണ്ടും. അതിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. then the DNA was extracted from the culture. ഇനി ഈ കൾച്ചറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ വീണ്ടും N15 ട്രാൻസ്ഫർ ചെയ്യും. ഈ N15 ഇങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അതിൽ പിന്നെ ഉണ്ടാകുന്ന DNA നമ്മൾ നോക്കുമ്പോൾ അതിൽ ഈക്വൽ എമൗണ്ട് ഹൈബ്രിഡ് DNAയും ലൈറ്റർ DNA ഉണ്ടാവും. ലൈറ്റർ DNA എന്ന് പറഞ്ഞാൽ N14 ഉള്ളതാണ് ലൈറ്റർ DNA. ഹൈബ്രിഡ് DNA എന്ന് പറഞ്ഞാൽ N14 ഇനി ഹെവിയർ DNA എന്ന് പറഞ്ഞാൽ N15. അങ്ങനെ ഓരോ സൈക്കിൾ നോക്കുമ്പോഴും എങ്ങനെയാണ് DNAയുടെ സ്ട്രക്ചർ എന്ന് നമ്മൾ നോക്കും. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ ഈ ഡയഗ്രാം നോക്കിയാൽ കുറച്ചും കൂടെ മനസ്സിലാവും. നോക്കിയേ, ഇത് N15 DNA ആണ്. അതായത് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് 15 ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ സെയിം ഡയഗ്രാം തന്നെയാണ്. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന N15 ഉള്ള DNA. അപ്പോൾ ഈ സെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സെല്ലിൻ്റെ 2 DNA സ്ട്രാൻഡ്സും 2 കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സും ഏതാ കാണിക്കുന്നത്? N15 ആണ് കാണിക്കുന്നത്. രണ്ടും ചുവപ്പല്ലേ. ഇനി അവരെ N14 മീഡിയത്തിലാണ് വളർത്തുന്നത്. N14 മീഡിയത്തിൽ വളർത്തി. എന്നിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന N15 ഇല്ലേ, ഇതാ ചുവപ്പ് N15 ഇതാണ് ഈ സാധനം എന്ന് പറയുന്നത് അല്ലേ. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യും അല്ലേ, DNA ഫോർമേഷൻ്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്യും, നമ്മൾ കണ്ടതാണ്. സെപ്പറേറ്റ് ചെയ്യും. ഇത് 15 ഇവിടെയും സെപ്പറേറ്റ് ചെയ്യും. N ആണ് കേട്ടോ, N15 സെപ്പറേറ്റ് ചെയ്തു. ഇനി പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാവുകയാണ്. പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാകുമ്പോൾ തപ്പി നോക്കുമ്പോൾ കിട്ടുന്ന നൈട്രജൻ ആരാണ്? N14 മീഡിയമാണ് അല്ലേ, N14 മീഡിയമാണ്. അപ്പോൾ ഉണ്ടാവുന്ന ആ പുതിയ സ്ട്രാൻഡ് N14 ആയിരിക്കും. കണ്ടോ, N14 ആയിരിക്കും. മനസ്സിലാവുണ്ടോ? നോക്കിയാൽ N14 ഇവിടെ പച്ച കളറിൽ കാണിക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ ജനറേഷൻ 1 ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് DNA എന്ന് പറയുന്നത്. ഇതാണ് ഹൈബ്രിഡ് DNA. ഇതാണ് ഹെവിയർ DNA. അപ്പോൾ ഹെവിയർ DNA നമ്മൾ ലൈറ്റർ മീഡിയത്തിലിട്ട് വളർത്തിയപ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയത് ആരാണ്? ഈ ഹൈബ്രിഡ് DNA. അതായത് ഇതിൽ ഒരു സ്ട്രാൻഡ്, ഈ പച്ചയായിട്ട് കാണുന്ന സ്ട്രാൻഡ് N14, റെഡിൽ കാണുന്നത് N15. ഇനി അടുത്ത 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നോക്കിയേ എന്ത് സംഭവിക്കും? ഈ പറയുന്ന സെല്ല് കണ്ടോ, ഈ പറയുന്ന സെല്ലിൽ ഒരു N15 ഉണ്ട്, ഒരു N14 ഉണ്ട്. അവർ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. എന്താ സെപ്പറേറ്റ് ചെയ്യും? ഒരെണ്ണം ഇതും ഈ ചുവപ്പ് ഇതും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. പുതിയ സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ നൈട്രജൻ ഇനിയുള്ള കേസിലൊക്കെ N14 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടായി വരുന്ന ഏതാ? ഒരെണ്ണം ഇവിടുത്തെ N14, പിന്നെ പുതിയതുണ്ടായി വരുന്നതും N14.
അപ്പോൾ ഇതിനെ നമ്മൾ ലൈറ്റർ DNA എന്ന് വിളിക്കും. ഇനി ഇവിടെ നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ ഈ പാരൻ്റൽ DNA ആണ് ഈ കാണുന്ന N15, പുതിയതുണ്ടായി വരുന്നത് 14. അപ്പോൾ ഇതെന്താണ്? ഇത് ഹൈബ്രിഡ് DNA. ഹൈബ്രിഡ് DNA. ഇനി അതേപോലെ തന്നെ ഈ സെല്ലും നെക്സ്റ്റ് സെല്ലും ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ് സെല്ലിനെ DNA ഡിവൈഡ് ചെയ്യും. ഓക്കെ, N15 സെപ്പറേറ്റ് ചെയ്തു, N14 സെപ്പറേറ്റ് ചെയ്തു. പുതിയതുണ്ടായി വരുന്നത് രണ്ട് കേസിലും പച്ചയാണ് പുതിയതുണ്ടായി വരിക, അതായത് N14 ആണ് പുതിയതുണ്ടായി വരുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ തൊട്ട് മുമ്പുള്ള ജനറേഷൻ്റെയും തൊട്ട് കഴിഞ്ഞ ജനറേഷൻ്റെയും DNA കണ്ടന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാരൻറ്റിൻ്റെ പകുതി DNA നെക്സ്റ്റ് ഡോട്ടർ സെൽസിൽ കൺസേർവ്ഡ് ആണെന്ന് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ടുകളാണ് ഈ പറയുന്നത്. നോക്കിയേ, ഈ കേസിലാണെങ്കിൽ ഹെവിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഹെവിയർ DNA കിട്ടി അല്ലേ? ഹെവിയർ DNA താഴെ വന്ന് അടിയും. ഏറ്റവും താഴെയാണ് ഹെവിയർ DNA. ഈ സെൻട്രിഫ്യൂഗേഷൻ ട്യൂബാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയല്ലേ N15 അടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 20 മിനിറ്റ്സ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് DNA എല്ലാം ഹൈബ്രിഡ് ആണല്ലേ? അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ N14 N15 ആണ്. അപ്പോൾ അതിൽ ഒരെണ്ണം 14 ഒരെണ്ണം 15 ആണ്. അപ്പോൾ അത് ഹെവിയറിൻ്റെ അത്രയും ഖനമുള്ളതായിരിക്കില്ല. അതുകൊണ്ട് അത് കുറച്ചും കൂടി മുകളിലായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇനി അടുത്ത കേസിൽ നോക്കിയേ, ഈ കേസിൽ നമുക്ക് എന്തൊക്കെ കാണാം? ഇതാരാ? ഇത് ലൈറ്റർ. ഈ കാണുന്നതോ ഹൈബ്രിഡ്. അപ്പോൾ നമുക്കിവിടെ ഹൈബ്രിഡ് DNAയും ലൈറ്റർ DNA ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു നോക്കിയാൽ, ലൈറ്റർ DNA ഡെൻസിറ്റി കുറഞ്ഞവരല്ലേ, അവർ മുകളിൽ സെപ്പറേറ്റ് ചെയ്യും. ഹൈബ്രിഡ് DNA ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ 20 മിനിറ്റ്സ് കഴിഞ്ഞും നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ആ DNA ഏതാണ് എന്നൊക്കെ ഉള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തു? DNA replication is semi-conservative. Okay. After completion of replication, each DNA molecule would have one parental and one newly synthesized strand. ഓരോന്നും റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണം പാരൻ്റലും ഒരെണ്ണം ന്യൂലി സിന്തസൈസ്ഡും ആയിരിക്കും. ഇങ്ങനത്തെ റെപ്ലിക്കേഷന് പറയുന്ന പേരാണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ. അതായത് ഹാഫ് ഓഫ് ദ പാരൻ്റൽ സ്ട്രാൻഡ്, ഹാഫ് ഓഫ് ദ പാരൻ്റൽ, ഇത് പാരൻ്റൽ എന്ന് വായിക്കണേ, പാരൻ്റൽ സ്ട്രാൻഡ് is conserved in the next generation, in the offspring. അതാണ് എന്ത് പറയുന്നത്? സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതാണ് റെപ്ലിക്കേഷനും ആ റെപ്ലിക്കേഷൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് ലേബൽ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങളോട് സ്വന്തമായിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഇവരുണ്ടാക്കി, 40 മിനിറ്റ്സ് കഴിഞ്ഞ് ഇവരുണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നറിയാമോ? 60 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങളോട് ചെയ്ത് കാണിക്കാൻ പറയും. അല്ലെങ്കിൽ 80 മിനിറ്റ്സ് കഴിഞ്ഞ് ഉള്ള പ്രോജനീസിനെ നിങ്ങളോട് ഉണ്ടാക്കാൻ പറയും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 60 മിനിറ്റ്സ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ഓരോ 60 മിനിറ്റ്സ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നോക്കാൻ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ ഒരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. ഈ DNA സെപ്പറേറ്റ് ചെയ്യും. ഈ DNA രണ്ടും N14 ആണല്ലേ? അപ്പോൾ ഇത് N14, ഇവിടെയും സെപ്പറേറ്റ് ചെയ്യും N14. ഇനി ഈ രണ്ട് സ്ട്രാൻഡിൽ നിന്നും, ഈ സെല്ലിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്, ഈ രണ്ട് സ്ട്രാൻഡിൽ നിന്നും പുതിയ സ്ട്രാൻഡ്, ഇതാണ് പാരൻ്റൽ സ്ട്രാൻഡ്, പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരുമ്പോൾ അവൈലബിൾ മീഡിയം 14 ആണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും N14 ആയിരിക്കും. ഇതാ N14. അപ്പോൾ ഈ സെല്ലിനുണ്ടായെന്ന് വരുന്നത് ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് സെല്ല് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് സെല്ലിനെ നോക്കുക. അപ്പോൾ ഒരെണ്ണം N15ഉം ഒരെണ്ണം N14ഉമാണ്. പുതിയ സ്ട്രാൻഡ് എന്തായാലും 14 ആയിരിക്കും രണ്ട് കേസിലും. കണ്ടോ? അതുപോലെ ഇത് അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ജനറേഷൻ 80 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കിട്ടിയ പ്രോജനിയുടെ അതിനെ ഓരോന്നിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് പുതിയ സ്ട്രാൻഡ് ഉണ്ടാകുന്നതെല്ലാം N14 കൊടുക്കുക.
പാരൻ്റൽ സ്ട്രാൻഡ് ആരാണെന്ന് നോക്കി അത് തന്നെ വരയ്ക്കുക. ഇങ്ങനെയാണ്. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇതാണ് മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻറ്റ്.